യെസ്, വെൽക്കം ടു പ്രബ്സ്കെയിൽ HST നാച്ചുറൽ സയൻസ്. നമ്മുടെ ടെസ്റ്റ് മൊഡ്യൂൾ വീഡിയോകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഒരു മൊഡ്യൂൾ, ഇത് നമ്മുടെ 5ാമത്തെ മൊഡ്യൂൾ. നാച്ചുറൽ സയൻസ് ജീവശാസ്ത്രത്തിലെ 5ാമത്തെ മൊഡ്യൂളിലെ ഒരു ചെറിയ പാർട്ട്, അത്രയും വലിയ പാർട്ടാണ്, ഒരു ചെറിയ പാർട്ടിലെ പരമാവധി നല്ല സെലക്റ്റീവായ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. നോക്കൂ, ആ ചാപ്റ്ററിൽ, അതായത് ആ മൊഡ്യൂളിൽ പ്രധാനമായിട്ട് നമ്മുടെ ഫംഗസുകളെ കുറിച്ചുണ്ട്, പിന്നെ പ്ലാന്റ് കിങ്ഡം സസ്യലോകത്തെ കുറിച്ചുണ്ട്, പിന്നെ അതിൻ്റെ ബാക്കി എക്സ്പ്ലനേഷൻസ് ഒക്കെ ഉണ്ട്. ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫംഗസിന്റെ പാർട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി തുടർ വീഡിയോകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ വീഡിയോ കൃത്യമായി ശ്രദ്ധിക്കുക. ആസ് പെർ ദി ഓർഡർ ഓഫ് മൊഡ്യൂൾ, കൃത്യമായി സിലബസിനെ ഫോക്കസ് ചെയ്ത് മൊഡ്യൂളുകൾ പ്രബ്സ്കെയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. നോക്കൂ, ക്വസ്റ്റ്യൻ നമ്പർ 1, ഗോതമ്പ് ചെടിയിലെ റസ്റ്റ് രോഗത്തിനു കാരണം ഏതാണെന്നാ. ഗോതമ്പ് നമുക്കറിയാം, സസ്യലോകത്തില് പൊയേസിയേ ഫാമിലിയിലുള്ള ഒരു സസ്യമാണ് ഗോതമ്പ്, ഒരു ധാന്യമാണ്. നെല്ല് കഴിഞ്ഞാൽ അടുത്ത പ്രയോറിറ്റി ഉള്ള ഒരു ചെടിയാണ്, ധാന്യമാണ് ഗോതമ്പ്. ആ ഗോതമ്പ് ബാധിക്കുന്ന ഒരു പ്രധാന രോഗമാണ് ഏത്? റസ്റ്റ് എന്ന് പറയും. ഇതിനു കാരണം ആരാണ്? അപ്പൊ ഇവിടെ 4 പേരെഴുതിയിട്ടുണ്ട്. ഇത് 4 എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം, എന്നിട്ട് അതിലേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നോക്കൂ, പെനിസില്ലിയം, ഇത് ഫംഗസ് ആണ്. പെനിസില്ലിയം അല്ല ഈ രോഗത്തിനു കാരണം, സോ ഇത് ആൻസർ അല്ല. പക്സീനിയ, യെസ് കറക്റ്റ്, പക്സീനിയ എന്ന് പറയുന്ന ഫംഗസ് ആണ് ഇതിനു കാരണം. അപ്പോൾ ഗോതമ്പിലെ റസ്റ്റ് രോഗത്തിനു കാരണം ആരാണ്? പക്സീനിയ ആണ്. ഈസ്റ്റ്, അതൊരു ഫംഗസ് ആണ്. മഷ്റൂം, കൂൺ, അതും ഒരു ഫംഗസാ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി, രണ്ടാമത്തേതാണ്. ഓക്കെ, നെക്സ്റ്റ്. നീണ്ടു നേർത്ത നാരുപോലുള്ള ഫംഗസിന്റെ ശരീരഘടന അറിയപ്പെടുന്നത് ഇതാ. നീണ്ട് നേർത്ത ഇങ്ങനെ നാരുപോലെയുള്ളതാ, ഇതൊക്കെ നാരാണ്. ഇത്തരത്തിലുള്ള ശരീരഘടന അറിയപ്പെടുന്നത് 1 മൈസീലിയം, ബി സെപ്റ്റ, സി ഹൈഫ, ഡി താലസ്. എന്താണ്? ഇത്തരത്തിലുള്ള ശരീരഘടനയ്ക്ക് പൊതുവെ പറയുന്ന പേരാണ് ഹൈഫ അഥവാ ഹൈഫെ. ഉത്തരം ഏതാണ്? ഹൈഫ. അപ്പോൾ ഫംഗസുകളുടെ നീണ്ട നാരുപോലെയുള്ള ശരീരഘടന അറിയപ്പെടുന്നു ഹൈഫ. ഇനി എന്താണ് ബാക്കിയുള്ളത് 3? എന്താണ് മൈസീലിയം? മൈസീലിയം എന്ന് പറയുന്നത് ഹൈഫയുടെ നെറ്റ്വർക്കാണ്. കുറെ ഹൈഫയെ ചേർന്ന ഹൈഫയുടെ ശൃംഖലകളെ നമുക്ക് എന്ത് പറയാം? മൈസീലിയം എന്ന് പറയാം. ഇത് മൈസീലിയമാണ്. കുറെ ഹൈഫയെ ചേർന്ന നെറ്റ്വർക്കാണ്, ഒരു ജാലിക പോലെയുള്ളതാണ് ആര്? മൈസീലിയം. എന്താണ് സെപ്റ്റ? നമുക്കറിയാം, ഫംഗസിന്റെ ബോഡി ഇതാണ് ബോഡി. ഈ ബോഡിയിൽ ചില ക്രോസ് വാൾ, ഇങ്ങനെ ചില സെപ്റ്റ, നമ്മൾ പാർട്ടീഷൻ വാള് പോലെ, ഇതാണ് സെപ്റ്റ. ഇതുള്ള ഫംഗസിനെ നമുക്ക് സെപ്റ്റേറ്റ് എന്ന് പറയും, ഇല്ലാത്തതിനെ എസെപ്റ്റേറ്റ് എന്ന് പറയും. അവിടെ ധാരാളം മർമ്മങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ അനേകം അല്ലെങ്കിൽ ധാരാളം മർമ്മം ഉള്ള നമ്മുടെ ഹൈഫെ കാണപ്പെടുന്ന ഫംഗസ് ഉണ്ട്. നമ്മുടെ ഫൈക്കോമൈസറ്റസ് എസെപ്റ്റേറ്റ് ആണ്. ബാക്കിയുള്ള മെജോറിറ്റിയും ഏതാണ്? സെപ്റ്റേറ്റ. പിന്നെ എന്താണ് താലസ്? നമുക്കറിയാം, പായൽ, ആൽഗകളുടെ ബോഡി. പായൽ അല്ലേ ആൽഗ? താലസ. എന്താ താലസ് എന്നറിയോ? അൺഡിഫറൻഷിയേറ്റഡ് ബോഡിയാ. സാധാരണ ഒരു സസ്യത്തിന്റെ ഭാഗം
സസ്യത്തിന്റെ ഘടന, സസ്യത്തിന്റെ ബോഡി നമ്മൾ പരിശോധിച്ചാൽ വ്യക്തമായ 3 ഭാഗമുണ്ട്: വേര്, കാണ്ഡം, ഇല. എന്നാൽ ആൽഗയ്ക്ക് ശരീരം അങ്ങനെ 3ആയി വിഭജിക്കപ്പെട്ടിട്ടില്ല, നിർണയിക്കപ്പെട്ടിട്ടില്ല, ക്ലിയർ അല്ല. അതിന് പേരാണ് താലസ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? സി, ഹൈഫേ എന്നതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന ഏത്? താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന ഓർക്കുക. 3 4 കൊടുത്തതിൽ 3 ശരി ഉണ്ടാകും. 1, ജീവനുള്ള സസ്യങ്ങളെ ആശ്രയിക്കുന്ന ഫംഗസുകൾ പരാദങ്ങളാണ്. തീർച്ചയായിട്ടും കറക്റ്റ് ആൻസറാ. എന്താണ് പാരസൈറ്റ്? പരാദം എന്ന് പറഞ്ഞാൽ ജീവനുള്ള സസ്യങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെ ആശ്രയിച്ച് അവിടെ നിന്ന് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, പോഷക വസ്തുക്കൾ, പോഷണം വലിച്ചെടുക്കുക, ഒപ്പം താമസിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു പാരസൈറ്റ് ഫുഡ്, ഭക്ഷണത്തിനും ആൻഡ് ഷെൽട്ടർ, അതേപോലെ അഭയസ്ഥാനവും, ഇത് രണ്ടും ആർക്ക് വേണം? ഒരു പരാദത്തിന് വേണം, പാരസൈറ്റിന് വേണം. അപ്പോൾ അത് ശരിയാണ്. ഫംഗസുകൾ ആൽഗകളുമായി ചേർന്ന് ജീവിക്കുന്നു. അതുണ്ടാവോ? തീർച്ചയായിട്ടും ഉണ്ട്. ഫംഗസും ആൽഗകളും കൂടെയുള്ള ഒരു അസോസിയേഷൻ, ഒരു കൂടിച്ചേരലുണ്ട്, ഒരു സഹജീവനമുണ്ട്. അതിന്റെ പേര് ലൈക്കണുകൾ എന്നാണ്. ഇതും ശരിയാണ്. ഇതിന് പറയുന്ന പേര് എന്താണ്? ലൈക്കൺ. ഒരു പക്ഷേ ഇത് മാത്രം ഒരു ചോദ്യമാകാം. എന്താ ചോദ്യം? ഫംഗസ്, ആൽഗകൾ, പായലുമായി കൂടിച്ചേർന്നുണ്ടാകുന്ന അതിന്റെ ഘടന അല്ലെങ്കിൽ അതിന്റെ പേര്, ആ വിഭാഗത്തിന്റെ പേര്, ആ കൂടിച്ചേരലിന്റെ പേര് എന്താണ്? ലൈക്കൺ. ചില ഫംഗസുകൾ ശവോപജീവികളാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ മിക്കവാറും ഫംഗസുകൾ സാപ്രോഫൈറ്റ. എന്താ സാപ്രോഫൈറ്റ്? ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ മൃതശരീരങ്ങളെ വിഘടിപ്പിക്കുക, വിഘാടകരുടെ ജോലി ചെയ്യുക, ഡീകമ്പോസിംഗ് ഉൾപ്പെടെ. അതും ശരിയല്ലേ? 4, എല്ലാ ഫംഗസുകളിലും ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നു. തെറ്റാണ്. എല്ലാ ഫംഗസിലും ലൈംഗിക പ്രത്യുൽപാദനമില്ല. ഫംഗസുകളിൽ ഡ്യൂട്ടിറോമൈസറ്റസ് എന്ന വിഭാഗത്തിൽ ലൈംഗിക പ്രത്യുൽപാദനമില്ല, അലൈംഗിക പ്രത്യുൽപാദനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഇതാണ്. സോ ആൻസർ ഏതാണ്? ഡി. അപ്പോൾ എങ്ങനെ ക്ലിയർ ആക്കാം? എല്ലാ ഫംഗസിലും ഏതില്ല? ലൈംഗിക പ്രത്യുൽപാദനമില്ല. ലൈംഗിക പ്രത്യുൽപാദനം ഇല്ലാത്ത ഫംഗസുകളാണ് ഡ്യൂട്ടിറോമൈസറ്റസ് എന്ന് പറയുന്നു. ആരാണ്? ഡ്യൂട്ടിറോമൈസറ്റസ് എന്ന് പറയുന്നു. ഇതിൽ വരുന്ന ഓൾട്ടർനേറിയ, കല്ലറ്റോട്രൈക്കം തുടങ്ങിയ വിഭാഗങ്ങളൊന്നും എന്തില്ല? ലൈംഗിക പ്രത്യുൽപാദനമില്ല. അപ്പോൾ ഇവിടെ ഈ 4-ൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി, 4-മത്തതാണ്. ഫംഗസുകളിലെ കായിക പ്രജനന രീതി അല്ലാത്തത് ഏത് എന്നാണ്. ഫംഗസുകളിലെ കായിക പ്രജനന രീതി എന്താണ്? കായിക പ്രജനനം നമ്മൾ പറയുന്നു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ, അതായത് പ്രൊപ്പഗേഷന. കായിക പ്രജനനം, പ്രത്യുൽപാദനം വെജിറ്റേറ്റീവ് ആയ റീപ്രൊഡക്ഷൻ ആണ്. എ ടൈപ്പ് ഓഫ് അസെക്ഷല, ഒരു തരം അലൈംഗികമാണ്. അപ്പോൾ ഫംഗസുകളിലെ കായിക പ്രജനന രീതി അല്ലാത്തത് ഏത് എന്ന്? കൊണീഡിയ. ഇത് അസെക്ഷലായ സ്ട്രക്ചർ ആണ്. കാരണം കായിക പ്രജനന രീതിയിൽ നേരിട്ട് ഓർഗനിസം ഉണ്ടാവുകയാണ്. കൊണീഡിയ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആസ്കോമൈസറ്റസിലും ഡ്യൂട്ടിറോമൈസറ്റസിലൊക്കെ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് കൊണീഡിയ. ആ കൊണീഡിയയ്ക്കുള്ളിലാണ് സ്പോറും കാര്യങ്ങളും ഉള്ളത്. കൊണീഡിയോസ്പോർസ അത് ഡെവലപ്പ് ചെയ്യും. പക്ഷേ കായിക പ്രജനന രീതിയിൽ ഇതാ ഖണ്ഡങ്ങളാക്കുക. ഓരോ ഖണ്ഡവും നേരെ വളർന്ന് പുതിയ ജീവിയായി മാറും. വിഭജനം അങ്ങനെയാണ്. ഫിഷൻ, അവിടെയും 2ആയി മാറും. മൂക്കുളനം, അതായത് ബഡ്ഡിങ്, അവിടെയും നേരെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? കൊണീഡിയ.
കൊണീഡിയ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ട്രക്ചറാണ്. അതെന്തല്ല, വെജിറ്റേറ്റീവ് അല്ല, അലൈംഗിക പ്രത്യുൽപാദനത്തിൽ വളരെ നന്നായി ഇത് കാണപ്പെടുന്ന ഫംഗസിന്റെ ഒരു വിഭാഗമാണ് ആസ്കോമൈസെറ്റസ് എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക, എ ബി കോളം. ഇതൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പേടിക്കേണ്ട, വളരെ കൃത്യമായി പ്രഫ് സ്കെയിൽ വളരെ വൃത്തിയായി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നോക്കൂ, ഇവിടെ കൊടുത്തിരിക്കുന്നത് 4 ടൈപ്പ് 4 ഫംഗസുകളുടെ പേരാ. ആസ്പർജില്ലസ്, ട്രൈക്കോഡെർമ, മ്യൂക്കർ ആൻഡ് കുമിൾ എന്ന് പറയുന്നു. കുമിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മഷ്റൂം അഥവാ കൂണാണ്. വലത്ത് ഭാഗത്ത് ബി കോളത്തിൽ ബെസിഡിയോമൈസെറ്റസുകൾ, ആസ്കോമൈസെറ്റുകൾ, ഡ്യൂട്ടിറോ ആൻഡ് ഫൈക്കോ, അതായത് ഫംഗസിന്റെ 4 വിഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഓരോ സ്പീഷീസും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് നോക്കണം. നോക്കൂ, നമ്മുടെ ഒന്നാമത്തേത് ആസ്പർജില്ലസ്. ആസ്പർജില്ലസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആസ്പർജില്ലസ് അറിയാമോ? അത് അതായത് ആസ്കോമൈസെറ്റസിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ആസ്പർജില്ലസിന്റെ നേരെ ക്യൂ എന്ന റെപ്രസെന്റേഷൻ വേണം. ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമ മീൻസ് ഏത് വിഭാഗത്തിലാ? നമ്മുടെ ഡ്യൂട്ടിറോമൈസെറ്റസിലാണ്. ആർ അതാണ് വരേണ്ടത്. ദെൻ മ്യൂക്കർ. ഏതാണ് മ്യൂക്കർ? മ്യൂക്കർ എന്ന് പറയുന്നത് ഫൈക്കോമൈസിറ്റസ് ആണ്, അതായത് എസ് വരുന്നു. ദെൻ മഷ്റൂം അല്ലെങ്കിൽ കൂൺ എന്ന് പറയുന്നു, അത് ബെസിഡിയോമൈസെറ്റസിലാ. അപ്പോൾ കീ നോക്കാം, ഡി ക്യൂ. നോക്കൂ, ഡി ക്യൂ അല്ല, ഈ ഓപ്ഷൻ തെറ്റാണ്. ദെൻ ബി, സിക്ക് എസ് ശരിയാണ്, ഡിക്ക് പി ശരിയാണ്, എ കെ ആർ അപ്പോൾ അല്ല, ഇതും തെറ്റാണ്. മൂന്നാമത്തേത് ബി ആർ. നോക്കൂ, ബിക്ക് ആർ ശരിയാണ്, ഡിക്ക് പി ശരിയാണ്, എക്ക് ക്യൂ ശരിയാണ്. യെസ്, ഓപ്ഷൻ സി. ഓപ്ഷൻ ഏതാണ്? സി. വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കൂ, അതാണ് മാച്ച് ദ ഫോളോയിങ്. കിണ്വന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. എന്താണ് കിണ്വനം? അവായു ശ്വസനമാണ്. വായുവിന്റെ അസാന്നിധ്യത്തിൽ അനൈറോബിക് ശ്വസനവുമായി ബന്ധപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കറികളിൽ നടക്കുന്ന ചില പ്രവർത്തനങ്ങൾ കിണ്വനമാണ്, അത് അവായു ശ്വസനമാണ്. ബേക്കറിയിൽ മാവ് പുളിപ്പിച്ചെടുക്കുന്നത് ഒരു കിണ്വനമാണ്. അതിലുപയോഗിക്കുന്ന ഫംഗസ് ഏതാണെന്നറിയോ? ഈസ്റ്റ് ആണ്. ഈസ്റ്റിന്റെ പ്രത്യേകത മൈസീലിയം ഇല്ല, ഏകകോശം യൂണിസെല്ലുലറായ ഒരേ ഒരു ഫംഗസേ ഉള്ളൂ, അതാണ് ഈസ്റ്റ്. ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആസ്കോമൈസെറ്റസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈസ്റ്റ് ആണ് ഇതിനുത്തരം. ബാക്കിയൊന്നുമല്ല. കുമിൾ നമുക്കറിയാം, അൽബുഗോ ഇതൊരു പാരസൈറ്റ് ആണ്. മസ്റ്റാർഡ് കടുക് വിഭാഗത്തിൽ പരാതമായി, മസ്റ്റാർഡ് കടുകിൽ പരാതം ഉണ്ടാക്കുന്ന ആളാണിത്. മോറൽസ് ആസ്കോമൈസെറ്റസിൽ വരുന്നതാണ്. ഇതെവിടെയാണ്? ആസ്കോമൈസെറ്റസിൽ വരുന്നു. ഒരു ഭക്ഷണയോഗ്യമായതാണ്. ധാരാളം ഭക്ഷണത്തിന് പ്രത്യേകമായ ഭക്ഷണമാണത്, ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഓപ്ഷൻ ബി, ഈസ്റ്റ് ആണ്. ദെൻ ചലിക്കാത്ത അലൈംഗിക പ്രത്യുൽപാദന രേണു ഏതാണ്? ചലിക്കാത്ത അലൈംഗിക പ്രത്യുൽപാദന രേണു ഏതാണ് എന്ന ഇവിടെ 2 ചോദ്യമുണ്ട്. 1 അലൈംഗികമായിരിക്കണം, 2 ചലിക്കരുത്. അപ്പൊ സൈഗോസ്പോർ എന്ന് പറയുന്നത് സൈഗോട്ട് വിഭജിച്ചുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെന്തല്ല? അലൈംഗികമല്ല. ആൻസർ തെറ്റാണ്. ദെൻ സൂസ്പോർ. എന്താണ് സൂസ്പോർ? തിൻ വാൾഡ് മോട്ടൈൽ. ചലന സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതും ഉത്തരമല്ല. അപ്ലനോസ്പോർ. യെസ്, അപ്ലനോസ്പോറിന് എന്തില്ല? ചലനമില്ല. ഇതാണ് ഉത്തരം, അപ്ലനോസ്പോർ. എന്താണ് ആസ്കോസ്പോർ? ആസ്കോസ്പോർ എന്ന് പറയുന്നത് ലൈംഗിക പ്രത്യുൽപാദനം നടന്ന് ആസ്കസിനകത്തുണ്ടാകുന്ന ഈ സ്പോറുകളെയാണ് നമ്മൾ ആസ്കോസ്പോർ എന്ന് പറയുന്നു.
ഇത് ലൈംഗിക സ്പോറാണ്, ലൈംഗിക രേണുവാണ്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി. വളരെ കൃത്യമായിട്ട് പ്രൊഫസ്കെയിൽ പറയുന്നു, ഉത്തരം അതാണ്. 8 ജൈവരാസീയ ജനിത പഠന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഫംഗസ്. ഇത് വളരെ ഇമ്പോർട്ടന്റാ. നമ്മുടെ ജെനറ്റിക്സ് ഉൾപ്പെടെ ഒരുപാട് പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ്. ഏതായിരുന്നു? ന്യൂറോസ്പോറ. ഉത്തരം അതാണ്. ന്യൂറോസ്പോറ ക്രേസ എന്ന് പറയുന്ന ആസ്കോമൈസെറ്റസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫംഗസ് ആണ് ഇത്. ഇതിലാ ഉൾപ്പെടുന്നത്? ആസ്കോമൈസെറ്റസ്. എന്താണ് ജനിതക പ്രവർത്തനം എന്നറിയോ? നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തില് നമ്മുടെ ലിംഗകോശങ്ങളിൽ അതുണ്ടാകുന്ന വേളയിൽ അവിടെ ലിങ്കേജ് നടന്നിട്ടുണ്ടോ? ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ടോ? എന്താ ലിങ്കേജ്? കൂടിച്ചേരൽ നടന്നിട്ടുണ്ടോ? അതേപോലെ ക്രോസിംഗ് ഓവർ നടന്നിട്ടുണ്ടോ? വിഭജനം നടന്നിട്ടുണ്ടോ? ഇത് അറിയാൻ വളരെ കൃത്യമായി ശാസ്ത്രീയ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് ആര്? ന്യൂറോസ്പോറ ക്രേസ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എഴുതി വെക്കൂ. പ്രൊഫസ്കെയിൽ ഗ്യാരണ്ടി തരുന്ന ഞങ്ങളുടെ ടെസ്റ്റ് സീരീസിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ പോയിന്റ്. പല രീതിയിൽ ഇവിടെ നിന്ന് ചോദ്യം വരും. ഓക്കെ, ഈസ്റ്റ് നമുക്കറിയാം, ഇതും വരുന്നത് ആസ്കോയിലാണ്. കൂൺ എന്ന് പറയുന്നത് മഷ്റൂം എവിടെയാണ്? ബെസിഡിയോമൈസെറ്റസിലാണ്. ട്രഫിൾ എന്ന് പറയുന്നത് ആസ്കോമൈസെറ്റസിലാ. ട്രഫിളും മോറൽസും ഭക്ഷണയോഗ്യമാണ്. ഓക്കെ, അപ്പോൾ ഉത്തരം ഏതാണ്? 1. ദെൻ മൈക്കോർഹൈസക്കി. മൈക്കോറൈസക്കി എന്താണ്? മൈക്കോർഹൈസ. മൈക്കോർഹൈസ what is? എന്താണ് മൈക്കോർഹൈസ? സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് ഫംഗൈ വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സിംബയോട്ടിക്ക, സഹോപകാരിത, ഉപകാരം രണ്ടുപേർക്കുമുണ്ട്. ഇത് ജീവജാലങ്ങൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്, പരസ്പരമുള്ള അവരുടെ ഒരു കൂടിച്ചേരല. ഈ കൂടിച്ചേരലിൽ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. ആരാണ് രണ്ടുപേർ? ഞാൻ പറയാം. മൈക്കോർഹൈസ എന്ന് പറയുന്നത് സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് 1 ആരാണ്? ഫംഗൈ, ഫംഗസ് വിത്ത് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്, ഉയർന്ന വിഭാഗത്തിൽ പെടുന്ന മരങ്ങൾ, ചെടികളുടെ വേരിലാണ് ഈ ഫംഗസ് കാണുന്നു. ഇവിടെ രണ്ടുപേർക്കും ബെനിഫിറ്റാ. ഫംഗസിന് ഗുണമുണ്ട്, രണ്ടുപേർക്കുണ്ട്. അപ്പോൾ രണ്ടാൾ എന്താണ്? പോസിറ്റീവാ. രണ്ടാൾക്കും നേട്ടമേ ഉള്ളൂ, ആർക്കും ഉപദ്രവമില്ല, ആർക്കും ഗുണമില്ലാതെയില്ല. ഈ ഒരു അസോസിയേഷനെ, ഈ ഒരു കൂടിച്ചേരലിനെ നമുക്ക് എന്ത് പറയാ? മൈക്കോർഹൈസ എന്ന് പറയും. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ പൈനസ് എന്ന് പറയും. എന്താണ് പൈനസ്? നിങ്ങൾക്കറിയാം, പ്ലാന്റ് കിങ്ഡത്തില് ജിംനോസ്പേമില് നഗ്ന ബീജ പത്ര സസ്യങ്ങളിൽ കോണിഫേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലെ ടിപ്പിക്കൽ ഉദാഹരണം, എക്സാമ്പിൾ ആണ് ആര്? പൈനസ്. ആ പൈനസിന്റെ വേരിൽ ആരുണ്ട്? ഫംഗസ് വളരും. അപ്പൊ വേറൊരു ചോദ്യം ചോദിക്കാം. എന്താണ്, എങ്ങനെയാണ് സാർ ഇവര് തമ്മിൽ അസോസിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ ഫംഗസ് പ്ലാന്റിന് കൊടുക്കുന്നത് വാട്ടർ ആൻഡ് മിനറൽസ്. യെസ്, ഇവിടെ ഫംഗസ് എന്താ കൊടുക്കുന്നത് പ്ലാന്റിന്? ജലവും അതേപോലെ മിനറൽസ്, ലവണങ്ങളും. ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? ഫംഗസ് പ്ലാന്റിന് കൊടുക്കും. തിരിച്ച് പ്ലാന്റ് ഫംഗസിന് എന്താ കൊടുക്കുക? ഒന്ന് ഷെൽട്ടർ, അഭയസ്ഥാനം കൊടുക്കും. ആൻഡ് ആൾസോ ന്യൂട്രീഷൻ, ഭക്ഷണം കൊടുക്കും. അപ്പൊ രണ്ടുപേർക്കും ബെനിഫിറ്റ് ആണ്. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ. ഈന്ത് ആണോ? അല്ല. ഈന്ത് വരുന്നത് ഏതാണ്? ഇതേ പറഞ്ഞ നഗ്നബീജപത്ര സസ്യമാണ്. അവിടെയുള്ളത് എന്തല്ല? മൈക്കോർഹൈസയല്ല. ഈന്തിലുള്ളത് കൊറലോയിഡ് റൂട്ടുകളാണ്. എന്താണ് കൊറലോയിഡ് റൂട്ട് അറിയാമോ? അതായത് സയനോ ബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലൂ ഗ്രീൻ ആൽഗ, നീല ഹരിത ആൽഗകൾ, ബ്ലൂ ഗ്രീൻ ആൽഗകൾ അസോസിയേറ്റ് ചെയ്ത വേരിനെ നമുക്കെന്ത് പറയാ? നമ്മൾ പറഞ്ഞിരിക്കുന്ന കോറലോയിഡ് റൂട്ടാ. അതെന്തിനു വേണ്ടിയാ? നൈട്രജൻ സ്ഥിരീകരണം. അത് മറ്റൊരു ചോദ്യമാണ്. ഇവിടെ ചോദ്യം മാറ്റാ.
കൊടുത്തിരിക്കുന്നതിൽ നൈട്രജൻ സ്ഥിരീകരണ വേരുള്ള സസ്യം. അപ്പോൾ ഏത് പറയാ? ഈന്ത് പറയാം. ഈ ചോദ്യത്തിന്റെ ഉത്തരമല്ല. നെല്ലില് പ്രത്യേകിച്ചൊന്നുമില്ല, പയറിലുണ്ട്. നിങ്ങൾക്കറിയാം നൈട്രജൻ സ്ഥിരീകരണം പയറിലുമുണ്ട്. നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയങ്ങൾ റൈസോബിയം ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ലെഗുമിനോസെ പയറുവർഗങ്ങളിൽ. ഇപ്പൊ നൈട്രജന്റെ കേസിൽ ഈന്തും പറയാം, അതേപോലെ നമുക്ക് പയറും പറയാം. പക്ഷേ അവിടെ കൂടുതലും മിനറൽസിനാണ് ഈന്തിന്റെ കേസിൽ. അപ്പൊ ഇതെല്ലാം ഉണ്ട്. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? പൈനസ് എന്ന് പറയുന്നു. താഴെ കൊടുത്തതിൽ ആസ്കോമൈസെറ്റുകളിൽ കാണപ്പെടുന്ന എത്ര ഫംഗസുകളുണ്ട്? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഉദ്യോഗാർത്ഥികൾ ബുദ്ധിമുട്ടുന്നത്. വളരെ കൃത്യമായിട്ട് പ്രബ്സ്കെയിലിന്റെ ക്ലാസ്സിൽ ഞങ്ങൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന ഫംഗസുകളെ നമ്പറിട്ട് പേരെഴുതി കൃത്യമായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ചാർട്ട് പഠിച്ചോളൂ, വേറൊന്നും വേണ്ട. ഇനഫ് ആൻഡ് മോർ, അത് മാത്രം മതി നിങ്ങൾക്ക്. നോക്കൂ, അതുക്ക് മേലെ ഒരു ചോദ്യം വരില്ല. ഇതാണ്, നോക്കാം ഏതൊക്കെയാണ് ആസ്കോമൈസെറ്റസിലുള്ളത്. ഈസ്റ്റ് കറക്റ്റ് ആണ്, 1 A എന്ന് ഞാൻ എഴുതുന്നു. ഇത് ആസ്കോമൈസെറ്റസ് ആണ്. ഈസ്റ്റ്. അസ്റ്റിലാഗോ അല്ല. ക്ലാവിസെപ്സ്, യെസ്, അതും ഏതാണ്? ആസ്കോമൈസെറ്റസ് ആണ്. ആസ്പെർജില്ലസ് ആസ്കോമൈസെറ്റസ് ആണ്. കൊളിറ്റോട്രൈക്കം അല്ല. അഗരിക്കസ് അല്ല. മോറൽസ് കറക്റ്റ് ആണ്. റൈസോപ്പസ് അല്ല. പെനിസില്ലിയം കറക്റ്റ്. 1 2 3 4 5. ഇതാ വന്നു ഉത്തരം 5. സി, ഓപ്ഷൻ സി. തീർന്നില്ല, ബാക്കിയുള്ള മെമ്പേഴ്സ് ഏതൊക്കെ ഗ്രൂപ്പിൽ പെടുന്നു അറിയണ്ടേ? നോക്കാം. നമ്പർ 1 നോക്കുക, ഈസ്റ്റിലാഗോ. ഈസ്റ്റിലാഗോ അത് ഏത് ഗ്രൂപ്പിലാ പെടുന്നത്? ബെസിഡിയോ മൈസെറ്റസിലാണ് വരുന്നത്. ബെസിഡിയോ. അതേപോലെ അഗരിക്കസ് മഷ്റൂം അവിടെ വന്നിരിക്കുന്നു, ബെസിഡിയോയിൽ വന്നു. റൈസോപ്പസ് ബ്രെഡ് മോൾഡ്, ആ ബ്രെഡ് മോൾഡ് റൈസോപ്പസ് ഫൈക്കോമൈസെറ്റസിൽ വന്നിരിക്കുന്നു. കല്ലിറ്റോട്രൈക്കം ഡ്യൂട്ടിറോമൈസെറ്റസിൽ. അപ്പോൾ ഈ ചോദ്യത്തില് 5 മെമ്പേഴ്സ് ആരൊക്കെ? ഇതാ നമ്പർ കൃത്യമായിട്ട് ഏതാണ് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. ഇതാണ് നമ്മുടെ മഷ്റൂമിലുള്ളത്. അതായത് ഫംഗസുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട സെലക്റ്റീവായ പ്രബ്സ്കെയിൽ ഗ്യാരണ്ടി തരുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. താങ്ക് യു. ഇതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.